നമസ്കാരം, ഡോക്ടർ ആൽഫീനയാണ്. ഇന്ന് നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ ലാബ് റിപ്പോർട്ട് ഒന്ന് നോക്കിയാലോ, അല്ലെ ബ്ലഡ് റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. നിങ്ങൾ ധാരാളം വീഡിയോസിലൂടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ശാരീരികവും മാനസികവുമായിട്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ മാറ്റങ്ങൾ ഇവരുടെ ബ്ലഡ് റിപ്പോർട്ടിൽ കാണുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പേഷ്യൻറ്റിൻ്റെ ഫയൽ കാണിക്കാവേ. നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു സപ്ലിമെൻറ്റും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും സപ്ലിമെന്റ് ഇൻക്ലൂഡിങ് തൈറോയിഡിന്റെ ഗുളികയാണെങ്കിൽ പോലും നമ്മൾ ഒന്നുകിൽ അത് തുടക്കത്തിൽ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് ടേപ്പർ ചെയ്ത് നമ്മളത് നിർത്തും. അങ്ങനെ നിർത്തിയതിന് ശേഷമുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ തൈറോയിഡ് പ്രൊഫൈൽ പിക്ചറാണ് ഇത്. TSH 69.7. ഇവർ തൈറോക്സിൻ 75 mcg ആണ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 13 വർഷമായി ഇവർ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഗുളിക നിർത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ലാബ് വാല്യൂസ് പോയത് കണ്ടോ. 69.7 TSH, ഫ്രീ T3 നോർമലായിട്ടുണ്ട് 2.45. പക്ഷേ ഫ്രീ T4 നോക്കിക്കേ, ഇതാണ് തൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന തൈറോക്സിൻ്റെ അളവ് 0.55. ഇത്രയും വർഷം ഈ മരുന്ന് കൊടുത്തുകൊണ്ട് അത് നിർത്തി കഴിഞ്ഞപ്പോൾ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ എന്തുമാത്രം ഉണ്ടെന്നുള്ളൊരു റിയൽ പിക്ചറാണിത്. പക്ഷേ രസകരമായൊരു സംഗതി, ഇത്രയും TSH നിന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഇവരുടെ ഉണ്ടായിരുന്ന ഫിസിക്കലി മാനസികവുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി ഇവർ കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ TSH 69 എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങൾക്കതറിയാം. ശരി, അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രസ് ചെയ്ത് പോയി. ഇപ്പോഴത്തെ സ്റ്റേജിൽ വീണ്ടും നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കിക്കേ, TSH 20.5, ഫ്രീ T3 വീണ്ടും കൂടി കേട്ടോ. 2.4 നിന്ന് വീണ്ടും 2.8 ഇൻക്രീസ് ആയി. അതോടൊപ്പം ഫ്രീ T4ൻ്റെ വാല്യൂ കണ്ടോ, 0.55 നിന്ന് 0.76, ഓൾമോസ്റ്റ് നോർമൽ ലെവലിലേക്ക് എത്തി. അപ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് സ്വാഭാവികമായ രീതിയിലുള്ള ഒരു ഇൻക്രീസ് അല്ലേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ചികിത്സാ രീതിയിൽ ബ്ലഡ് റിപ്പോർട്ടിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഉടനെ തന്നെ അതൊരു നോർമൽ ലെവലിലേക്കും കൂടി എത്തും. ഇപ്പം ഇവർ 13 വർഷം ഗുളിക കഴിച്ചു. ആ ഗുളികയിൽ ശരീരം ഡിപ്പെൻഡൻ്റ് ആയി. ഇനി ഇതില്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 12 യൂണിറ്റിലൊക്കെ തുടങ്ങുന്ന ഗുളിക പിന്നീട് 75-ആയും 100-ആയും 150-ആയും 200-ആയും അതിന് മുകളിലേക്കൊക്കെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകേണ്ടത്. ശരീരം ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പ്രൊഡക്ഷൻ, തൈറോയ്ഡ് ഗ്രന്ഥി ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കളയും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ഗുളിക ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്. അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ് ഒരു ചികിത്സ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു അസുഖത്തെ ചികിത്സിക്കുകയാണെങ്കിൽ ആ അസുഖത്തിന് എത്രയും പെട്ടെന്ന് പുറത്ത് വരണം അല്ലേ. അപ്പം നമ്മുടെ ചികിത്സയുടെ ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് പുറത്തു കൊണ്ടുവരിക, നിങ്ങളുടെ മരുന്നുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരിക. നിങ്ങൾ മരിക്കുന്നത് വരെ കഴിക്കണം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ചില ത്യാഗങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. ഒരസുഖത്തെ ചികിത്സിക്കണമെങ്കിൽ ഈ അസുഖം കൂടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ത്യാഗങ്ങൾ കുറച്ച് കാലത്തേക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പല ആളുകളും എൻക്വയറിയൊക്കെ വിളിക്കുന്നുണ്ട്, ഇവിടെ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നതെന്ന് പോലും, എന്ന് വെച്ചാൽ ഏത് ചികിത്സയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ചിലർ ചോദിക്കാൻ. ഇത് വെണ്ടയ്ക്ക ഉള്ളിപ്പത്തിൽ നമ്മുടെ ചാനൽ പേജിലെല്ലാം എഴുതിയിട്ടുള്ള ആയുർവേദ ചികിത്സയാണ്. അപ്പം ഈ ആളുകൾ എൻക്വയറി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നമ്മുടെ പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഫോട്ടോസ് നോക്കിയാൽ ഇതുപോലെ ഒരുപാട് പേഷ്യൻസിൻ്റെ ലാബ് റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ശേഷം നിങ്ങൾ വിളിക്കുക. പിന്നെ ഒരു എൻക്വയറി വരുന്നത് വിദേശത്തു നിന്നാണ്. എനിക്കൊരിക്കലും ഈ ഒരു ചികിത്സ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് തരാൻ പറ്റില്ല. കാരണം നിങ്ങളെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ മാറ്റങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകൾക്ക് മാറ്റം ഉണ്ടാവും, ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറ്റം വരുത്തി എത്രയും പെട്ടെന്ന് ചികിത്സ തീർക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ സിംറ്റം ഫ്രീ ആവുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മരുന്നുകളിൽ നിന്ന് പുറത്തു വരിക. അതാണ് നമ്മുടെ വിഷയം.